3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതുവരെ നിർത്താൻ സാധിച്ചില്ലെന്നും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി റാപ്പർ വേടൻ. ലഹരി ഉപയോഗം നിർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിച്ചില്ല എന്നും ലഹരി ഉപയോഗിക്കുന്നതിനെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും വേടൻ പോലീസിനോട് പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നും ചോദ്യം ചെയ്യലിൽ വേടൻ പോലീസിനോട് വ്യക്തമാക്കി. പോലീസ് പിടികൂടിയതിനു ശേഷം ഫ്ളാറ്റിൽ വെച്ചാണ് പോലീസിനോട് വേടൻ ഇക്കാര്യം പറഞ്ഞത്. വേടനെതിരെ ലഹരി ഉപയോഗം, ഗൂഢാലോചന വകുപ്പുകളാണ് ചുമത്തിയത്. കേസിലെ 2ാം പ്രതിയാണ് വേടൻ. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെയാണ് വേടനടക്കം 9 പേർ ഫ്ളാറ്റിൽ നിന്നും പിടിയിലായതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. കേസിൽ റാപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം വേടന്റെ മാലയിലെ പല്ല് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് ജാമ്യം ലഭിക്കുന്നതും അല്ലാത്തതുമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ വേടനെ ഹാജരാക്കും. വനം വകുപ്പ് കേസെടുത്തതോടെ വേടനെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് കോടനാടേക്ക് കൊണ്ടുപോയിരുന്നു. പുലിപ്പല്ല് കൈവശം വെക്കുന്നത് കുറ്റകരമാണെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. പുലിപ്പല്ല് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ സമ്മാനിച്ചതാണെന്നാണ് വേടൻ നൽകിയ മൊഴി. ആദ്യം തായ്ലൻഡിൽ നിന്നും വാങ്ങിയതാണെന്നായിരുന്നു വേടന്റെ പ്രതികരണം. പിന്നീട് ഇത് മാറ്റി പറയുകയായിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് വനം വകുപ്പ്. ഇന്നലെ രാവിലെയോടെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. മേശപ്പുറത്തും മറ്റിടങ്ങളിലുമായാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 9.5 ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്നും വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കുകയും ചെയ്തു.